കൈവിരലിലെ മോതിരങ്ങൾക്ക് മുകളിലൂടെ മാംസം വളർന്ന് ചികിത്സ തേടിയ യുവാവിന് പക്ഷെ രക്ഷകരായ ആരെത്തിയെന്നറിയാമോ? അഗ്നിരക്ഷാസേന. വിരൽ മുറിച്ചു മാറ്റാതെ രക്ഷയില്ല എന്ന് കണ്ടെടുത്താണ് അഗ്നിരക്ഷാസേനയുടെ ഇടപെടൽ. അത് പൊളിയില്ലേ? മെഡിക്കൽ കോളേജ് അധികൃതരുടെ ആവശ്യപ്രകാരമാണ് ഫയർഫോഴ്സ് സംഘം എത്തി യുവാവിന് രക്ഷകരായത്. കൊല്ലം സ്വദേശി രതീഷ് കുറേയേറെ വർഷങ്ങളായി സ്റ്റീൽ മോതിരവും സ്റ്റീൽ സ്പ്രിംഗ് മോഡൽ മോതിരവും ഇടതു കൈവിരലിൽ ഉപയോഗിച്ചു വരികയായിരുന്നു. പല കാലങ്ങളായി മോതിരം ഊരി മാറ്റാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. മോതിരം കൈവിരലിൽ അങ്ങനെ തന്നെ തുടർന്നു. ഇതിനു മുകളിലൂടെ ദശ വളർന്ന് മോതിരം മൂടുന്ന അവസ്ഥയിലാണ് രതീഷ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. കൈവിരൽ മുറിച്ചു മാറ്റാതെ രക്ഷയില്ല എന്നായി ഡോക്ടർമാർ. ഒരവസാനഘട്ട ശ്രമമെന്നോണമാണ് മെഡിക്കൽ കോളേജ് അധികൃതർ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുന്നത്. തുടർന്ന് വിരൽ മുറിച്ചു മാറ്റാതെ തന്നെ വളയങ്ങൾ മാംസത്തിന് പുറത്തെടുത്ത് നൽകാമെന്ന് തിരുവനന്തപുരം അഗ്നിരക്ഷാ നിലയത്തിൽ നിന്ന് വന്ന സേനാംഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാർക്ക് ഉറപ്പു നൽകി. യുവാവിന് അനസ്തേഷ്യ നൽകിയ ശേഷം 1.5 മണിക്കൂറിലേറെ നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് 6 വളയങ്ങളുള്ള സ്റ്റീൽ സ്പ്രിംഗ് മോതിരവും മറ്റൊരു മോതിരവും അഗ്നിരക്ഷാസേന അറുത്തെടുത്തത്. തിരുവനന്തപുരം അഗ്നിരക്ഷാ നിലയത്തിലെ FRO ഷഹീർ, വിഷ്ണുനാരായണൻ, അനീഷ് GK, ശ്രീജിത്ത്, FRO അഭിലാഷ് എന്നിവരാണ് ദൗത്യ സംഘത്തിലുണ്ടായിരുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. തത്സമയം ഗോകുൽനാഥ് ചേരുന്നു. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഇത്രയധികം നാൾ ഈ വിരൽ ഇങ്ങനെ തന്നെ മോതിരവുമായി കൊണ്ടു നടന്നു എന്നതിലാണ് ഞാൻ ആശങ്കപ്പെട്ടത്. കാരണം എങ്ങനെയാണ് ഇതിങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റിയത്? വലിയ ഗുരുതരമായ അവസ്ഥയിലേക്ക് അതിന് മുകളിലൂടെ മാംസം വളരുന്നത് ഈ യുവാവിന് മനസ്സിലായിരുന്നില്ലേ എന്നതാണ്. മോത്തി, അതിനെപ്പറ്റി വ്യക്തമായ ഒരു അറിവ് നമുക്കുമില്ല. കാരണം ഞാനും ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ആദ്യം ഒന്ന് ഞെട്ടി. കാരണം ഇത്രത്തോളം അത് ഗുരുതരമാകുന്നത് വരെ എങ്ങനെ വെച്ചോണ്ടിരുന്നു എന്നൊക്കെ ചിന്തിച്ചു. ഈ മരത്തിലൊക്കെ നമ്മൾ ഈ കയറോ വള്ളിയോ ഒക്കെ കെട്ടുമ്പോൾ അതിന് മുകളിലേക്ക് മരം വളർന്ന് കയറുന്ന ചില സ്ഥിതിവിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് ഈ മരം ഒടിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. ഇതിന് സമാനമായിട്ടാണ് ഈ ദശ വന്ന് വിരലിൽ മൂടുന്ന ഒരവസ്ഥ വരെ കൈ മുമ്പോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. അത് ആദ്യമേ വേണമെങ്കിൽ എങ്ങനെയെങ്കിലും ഊരാമായിരുന്നു. പക്ഷെ അത് ഊരാനുള്ള ശ്രമം പലപ്പോഴായി നടത്തിയെന്ന് പറയുന്നു. എന്നാൽ അത് പൂർണ്ണ വിജയമായില്ല. പക്ഷേ പിന്നീട് അങ്ങ് തുടരുകയായിരുന്നു. എന്തായാലും അതൊരു മറ്റ് സ്റ്റീൽ സ്പ്രിങ് എന്നുള്ളത് മോതിരമാണോ എന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ നമുക്ക് അഗ്നിരക്ഷാസേന അറിയിച്ചിട്ടുള്ളത് അതൊരു സ്പ്രിങ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മോതിരത്തിന് സമാനമായിട്ടുള്ള രീതിയിൽ അത് കയ്യിൽ കയറ്റിയിട്ടതാണ്. അതിനുശേഷം പിന്നീട് ഊരാനുള്ള ശ്രമം യുവാവ് നടത്തിയതുമില്ല എന്നുള്ളതാണ്. എന്തായാലും അതിനുശേഷം ഒരു സ്റ്റീൽ സ്പ്രിങ്ങിൻ്റെ തന്നെ സ്റ്റീലിൻ്റെ ഒരു മോതിരവും ഇതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ 6 വളയങ്ങളുള്ള സ്റ്റീൽ സ്പ്രിങ്ങും ഒരു മോതിരവുമാണ് ഇത്തരത്തിൽ മുറുകിക്കിടന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കൊണ്ടുവന്നത്. അപ്പോൾ കൊണ്ടുവന്ന സമയത്ത് തന്നെ ഈ മാംസം കയറി ഇതിന് മുകളിലേക്ക് വളർന്നതുകൊണ്ട് തന്നെ ഡോക്ടർമാർ ഈ വിരൽ മുറിച്ചു മാറ്റാതെ രക്ഷയില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു അവസാനഘട്ട ശ്രമം എന്നുള്ള വിധത്തിലാണ് അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുന്നത്. തുടർന്ന് രാജനഗറിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തി ഇത് മുറിച്ചു മാറ്റാൻ, അതായത് മാംസത്തിൽ ഇടയ്ക്കുനിന്ന് ഇത് മുറിച്ചെടുത്ത് നൽകാമെന്നുള്ള ഒരു അറിയിപ്പ് നൽകുകയും ചെയ്തു. അങ്ങനെ അവരുടെ ഒരു ഉറപ്പിൻ്റെ പുറത്ത് ആണ് ഈ വിദഗ്ധ സംഘം ഡോക്ടർമാർക്ക് പകരം ഈ അഗ്നിരക്ഷാസേനയെ ഒന്ന് മാറ്റി പരീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ഈ വിരൽ മുറിക്കാതെ തന്നെ രക്ഷയായത്. എന്തായാലും യുവാവിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇനി ആ മുറിവ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇനി വീട്ടിലേക്കൊക്കെ വിടുക. എന്തായാലും ഈ ഇത്തരത്തിൽ മോതിരമോ അല്ലെങ്കിൽ ഈ കുരുങ്ങിക്കിടക്കുന്ന വസ്തുക്കളോ ഒക്കെ ആരുടെയും കയ്യിലോ ഇത്തരത്തിലൊക്കെ കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ എന്തായാലും എടുത്ത് മാറ്റണം. കാരണം മാംസമൊക്കെ അതിന് മുകളിലേക്ക് വളരാം. നമുക്ക് ശരീരഭാരം മുന്നറിയിപ്പ് കൂടിയാണ് ഗോകുൽ. ഞാൻ തുടക്കത്തിൽ പ്രേക്ഷകരോട് പറയുകയായിരുന്നു, ഈ നമുക്ക് ചില ആഭരണങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ അത് ഊരണ്ട, അത് അങ്ങനെ കിടന്നോട്ടെ. കുറച്ചധികം നമുക്കൊക്കെ ഒന്ന് ശരീരഭാരം കൂടുന്ന സമയത്തും ഇതൊന്ന് ടൈറ്റായി പോയാലും നമ്മൾ ഊരാതെ കൊണ്ട് നടക്കുന്ന ശീലം പലർക്കും ഉള്ളത് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ആലോചിക്കുക, എത്രയും പെട്ടെന്ന് അത് നീക്കം ചെയ്യേണ്ടതാണ്, അല്ലേ ഗോകുൽ? തീർച്ചയായും അത് അങ്ങനെ കൊണ്ടുപോകുന്നതിലൊരു അർത്ഥമില്ല. കാരണം പിന്നീടുണ്ടാകുന്ന ബുദ്ധിമുട്ടും കോംപ്ലിക്കേഷൻസുമാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ ദൃശ്യങ്ങളിൽ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു ഭീകരത തോന്നി എന്നുള്ളതാണ്. കാരണം മാംസം വല്ലാതെ വളർന്ന് ഈ മോതിരത്തിന് മുകളിലേക്ക് മുഴച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ അത് തന്നെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. യുവാവിന്റെ ആരോഗ്യം പൂർവാധികം ഭംഗിയായിരിക്കട്ടെ, ആശുപത്രി വിടട്ടെ, എത്രയും പെട്ടെന്ന് ചികിത്സയ്ക്ക് ശേഷം ഗോകുലിന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.